എന്നോടൊരാൾ ചോദിച്ചു എന്തായിരുന്നു ന്യൂ ഇയർ എന്തായാലും പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു പരിപാടിയൊന്നുമില്ല, ഞാൻ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആൾ പറയും ഇങ്ങനെ റൂമിലിരുന്നോ, ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ളതാണ്. ഞാനൊക്കെ പുറത്ത് പോയി ഫുൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുൾ ചില്ലായി അടിച്ച് പൊളിച്ചു ന്യൂ ഇയർ. ബ്രോ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 മണിക്കൂർ ഈ 12 മണിക്ക് കാട്ടി കൂടുന്ന കോപ്രായങ്ങളും സംഭവങ്ങളും അല്ല. നമ്മൾ പിന്നീട് ലൈഫിൽ ഈ കൊല്ലം മൊത്തത്തിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഈ മൊത്തം നമ്മൾ എന്ത് അച്ചീവ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ സക്സസ് ആവുന്നു, ബാക്കിയുള്ള കൊല്ലത്തിൽ നിന്ന് എന്ത് മാറ്റം നമ്മൾ ഈ കൊല്ലം വരുത്തി, അതിലാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഈ ഒരു 12 മണിക്ക് പോയി പടക്കം പൊട്ടിച്ചോ ഒച്ചപ്പാടുണ്ടാക്കും, അതൊന്നും വലിയ കാര്യമല്ല. അതവിടെ കഴിഞ്ഞു, അതിനെക്കൊണ്ട് നമുക്കൊരു കാര്യം കിട്ടാനും പോകുന്നില്ല. ചെയ്യേണ്ടവർ ചെയ്തോളൂ, എനിക്ക് അങ്ങനെ കുറ്റം പറയാം, ഓരോരുത്തരും ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ റൂമിൽ വന്നപ്പോൾ 11 മണിക്ക് ചില ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്, പിന്നെ വരുന്ന വൈകി കുറേ ആൾക്കാർ വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോതാണ്, ഓരോരുത്തർ ഇഷ്ടമുള്ള ചെയ്യട്ടെ. എല്ലാവരും ഇപ്പോൾ അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും എൻജോയ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കങ്ങനെ ചെയ്തിട്ട് വലിയ എൻജോയ്മെൻറ്റും പുറത്ത് പോയിട്ടും കറങ്ങിയിട്ടും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ബൂക്ക് വിളിച്ചിട്ട് പടക്കം പൊട്ടിച്ചൊന്നും എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ജസ്റ്റ് ടൈം വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യങ്ങൾ വേറെ ചെയ്യാറുണ്ട്. സോ അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതേമാതിരി പല ആൾക്കാർ സിറ്റുവേഷൻസ് ബ്രോ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ ന്യൂ ഇയറിൻ്റെ തലേന്ന് 12 മണിക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും അർജൻറ്റായിട്ട്. അത് വിചാരിച്ച് അവരുടെ കൊല്ലം മൊത്തം പോയി എന്നല്ല. ചില ആൾക്കാർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസിലായിരിക്കും, അസുഖം പിടിച്ച് കിടക്കുക, എന്തെങ്കിലുമൊക്കെ സീനിലായിരിക്കും. സോ ഈ 12 മണിക്ക് അങ്ങനെ ആയി പോയി വിചാരിച്ച് ഈ കൊല്ലം മൊത്തം അങ്ങനെ ആയി പോകുന്നൊന്നുമില്ല. അതേമാതിരി ഈ 12 മണിക്ക് എൻജോയ് ചെയ്ത് ബുർജ് ഖലീഫയിൽ പോയി പടക്കം പൊട്ടിച്ച് ഡാൻസ് കളിച്ച് ആ രാത്രി മൊത്തം ഉറങ്ങാണ്ട് അടിച്ച് പൊളിച്ച് ഓന് ബാക്കിയുള്ള ആ കൊല്ലം മൊത്തം അടിപൊളിയാണെന്നാണോ വിചാരമോ? അതോടെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഓന് ചിലപ്പോൾ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓൻ ബാക്കി കഴിഞ്ഞ കൊല്ലം എങ്ങനെ ഉണ്ട് അതേമാതിരി തന്നെ ഈ കൊല്ലം മൊത്തത്തിൽ പോകും. അതിൽ വലിയ കാര്യമുണ്ടോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ന്യൂ ഇയർ പുറത്ത് പോയി എൻജോയ് ചെയ്യാത്ത റൂമിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണെന്ന് വിചാരിക്കണ്ട. മേബി അവരായിരിക്കും ഈ കൊല്ലം മൊത്തത്തിൽ മാറ്റി മറിക്കാൻ പോകുന്നത്. ജസ്റ്റ് തിങ്ക് ആക്കുമ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ.